ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ വീണ്ടും കട്ടൻസിലെത്തിയിരിക്കുകയാണ്. കട്ടൻസിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. കട്ടൻസിൻ്റെ ആംബിയൻസ്, ഫുഡ്, എല്ലാത്തിനെയും കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് മറക്കാതെ പോയി കാണണം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇന്നും നമ്മൾ ഡിന്നർ കഴിക്കാൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് കഴിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത് സ്റ്റാർട്ടറാണ് സൂപ്പ്, ഹോട്ട് സോർ ചിക്കൻ സൂപ്പ് വിത്ത് അവരുടെ ഒരു സലാഡും കൂടിയും അതിൻ്റെ ഒപ്പം അവർ സെർവ് ചെയ്തിരുന്നു കേട്ടോ. സൂപ്പ് എനിക്കിഷ്ടപ്പെട്ടു. പൊതുവേ എനിക്ക് ഹോട്ട് സോർ സൂപ്പുകൾ ഇഷ്ടമാണ്. എരിവുള്ള സൂപ്പുകളാണ് കേട്ടോ. എനിക്ക് സ്വീറ്റ് അധികം ഇഷ്ടമല്ല. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു, ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ, എല്ലാവരും നല്ല ആസ്വദിച്ച് കുടിക്കുന്നൊക്കെ ഉണ്ട്. ഓക്കെ, എന്താ റിവ്യൂ എന്ന് നോക്കി നോക്കാം കേട്ടോ. ഓക്കെ, അടിപൊളിയാണെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മന്തി ഓർഡർ ചെയ്തിരുന്നു, വിത്ത് അൽഫാം. അതിലേക്കുള്ള സൈഡ് ഡിഷസ് നിങ്ങൾക്ക് അറിയാമല്ലോ, മയണൈസ്, അതുപോലെ തന്നെ ചട്നീസൊക്കെയാണ് ഉള്ളത്. പിന്നെ നമ്മുടെ മെയിൻ കോഴ്സ് ഐറ്റംസ്, അതായത് നമ്മൾ മെയിനായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങൾ ഈ അടച്ചിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അവർ ഓപ്പൺ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ബ്രെഡ് ഐറ്റംസാണ്, കുൽച്ച, അതുപോലെ തന്നെ ബട്ടർ നാണ്, റൊട്ടി, ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. ബ്രെഡ് ഐറ്റംസാണ് കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്തിരുന്നത്. അപ്പോൾ ഇതേ ഫുഡൊക്കെ നമ്മൾ ഏകദേശം കുട്ടികൾക്കുള്ള ഫുഡും നമുക്കുള്ള ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വരാനുള്ളതാണ് നമ്മുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ. അതായത് ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സൺഡേ സ്പെഷ്യൽ ആണ് ഇനി നമുക്ക് വരാനുള്ളത്. അത് അവരുടെ സൺഡേ സ്പെഷ്യലാണ്. നമുക്കും അത് ഒത്തിരി സ്പെഷ്യലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മൾ ഒത്തിരി പ്രതീക്ഷയോട് കൂടിയിട്ട് ഓർഡർ ചെയ്തതാണ് ആ ഒരു ഫുഡ് ഐറ്റംസ്. കാരണം അവരങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷനൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. വളരെ അടിപൊളിയാണ്, കട്ടൻസിൻ്റെ ഐക്കണാണെന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഓക്കെ, ഇതേ നമ്മുടെ താരം വന്നിട്ടുണ്ട്, അവരുടെയും താരം വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് അടിപൊളിയാണ് കേട്ടോ. ഇതേപോലെ ഭൂതത്തെ തുറന്നു വിട്ട പോലെ ആയിരുന്നു. ആ റെസ്റ്റോറൻറ്റ് മൊത്തത്തിൽ പുകയായിരുന്നു ഗൈസ്. നിങ്ങൾക്ക് എത്രമാത്രം അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് ഫിഷിൻ്റെ കോമ്പിനേഷനാണ്. ഫിഷ് തവ, സൺഡേ സ്പെഷ്യൽ ഫിഷ് തവ എന്നാണ് അവർ പറഞ്ഞത് കട്ടൻസിൻ്റെ. ഇതിൽ 4 ഫിഷാണുള്ളത്. ഒന്ന് കൂന്തൾ, പ്രോൺസ്, അതുപോലെ തന്നെ ആവോലി, കിങ് ഫിഷ്. ഇതിൻ്റെ ഒരു നല്ല കോമ്പിനേഷനാണ്. നമുക്ക് ഈ ഡിഫറെൻറ്റ് ഫിഷാണ്, അതിനൊരു ടേസ്റ്റിൻ്റെ വ്യത്യാസം അങ്ങനെയൊന്നുമില്ല. നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള സ്പൈസിയാണ്. ആ സ്മെല്ല് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കിതിനെ കോമ്പിനേഷനായിട്ട് കൊണ്ടുപോകാം കേട്ടോ. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാം ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനൊക്കെ മുഴുവൻ കഴിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നല്ല എരിവും ഉണ്ടായിരുന്നു. നല്ല എരിവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. ചിലർ പറയില്ലേ, വേദനിച്ചാലും നല്ല സുഖമുണ്ട് എന്ന് പറയില്ലേ, അതുപോലെ തന്നെ സ്പൈസി ആണെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കും. നമ്മൾ ശരിക്കും ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. എല്ലാവരും നന്നായി കഴിച്ചു, കുട്ടികളാണെങ്കിലും കഴിച്ചു. അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ലൈം ജ്യൂസൊക്കെ ഓർഡർ ചെയ്തു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കഴിച്ചിട്ടും മതിയാവുന്നില്ല ഗൈസ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. അത് കൊടുന്ന് വെച്ച ഒരു എന്താ പറയുക, പ്ലേറ്റ് നമ്മൾ ശരിക്ക് കറിവേപ്പിലല്ലാത്ത ബാക്കി എല്ലാം കഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ അതിന് ശരിക്കും നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ കട്ടൻസിൽ പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചോദിക്കേണ്ട ഒരു ഐറ്റമാണ് അവരുടെ ഫിഷ് തവ എന്ന് പറയുന്നത്. 1500 ആണ് റേറ്റ് വരുന്നത്. അതിൽ എന്തോ ഓഫർ എന്തൊക്കെയുണ്ട് എനിക്കറിയില്ല കറക്റ്റായിട്ടുള്ള റേറ്റ്. ആദ്യം പറഞ്ഞത് അവർ 1500 ആണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ലൈം ജ്യൂസും കൂടി, ആ ഒരു പുളിയും കൂടി ആയപ്പോൾ ഗൈസ് ശരിക്കും ക്ഷീണിച്ചു. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും വയ്യ. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് വീഡിയോ. ശരിക്കും അടിപൊളി ഐറ്റമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക,